Amazing. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിന്നൊരു യാത്ര പോവാണ് കേട്ടോ. ഒരു ലോങ് ഡ്രൈവ് ആണെന്ന് പറയാം. 3.5 മണിക്കൂർ ദൂരമുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഡബ്ലിനിലോട്ടാണ് നമ്മൾ പോകുന്നത്. 3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ടൈം. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ മാവേലിക്കര ടു കൊച്ചി നോക്കുമ്പം 3 മണിക്കൂറുണ്ട്. പക്ഷേ ആ കിലോമീറ്ററിനെക്കാട്ടിലും ഒത്തിരി കിലോമീറ്റർ കൂടുതലാണ് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഡബ്ലിനിൽ പോകാനുള്ളത്. ഏകദേശം 200+ കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷെ റോഡിൻ്റെ ഒരു വ്യത്യാസം അനുസരിച്ച് ടൈം അവേഴ്സ് കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യാത്രയിലാണ് ഞങ്ങളിവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളുടെ അടുത്തുള്ള സ്ഥലമാണെങ്കിലും ദൂരെയുള്ള സ്ഥലങ്ങളാണെങ്കിലും ഈ കാണുമ്പം ഇത് കണ്ടില്ലേ, പാടങ്ങൾ പോലെ അല്ലെങ്കിൽ കുറേ തരിശ് ഭൂമി പോലെ, അതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരുപോലെയാണ് തോന്നുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ്, പച്ചപ്പാണ്, നല്ല നല്ല വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ ആകാശമൊക്കെ കാണാൻ, വെതർ നല്ലതാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ നമ്മൾ കൂടുതൽ സ്ഥലത്തൊന്നും പോകാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാടൊന്നും ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ അയർലൻഡിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. ഇനി വേണം ചെറിയ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡബ്ലിനിൽ പോകുന്ന ഉദ്ദേശം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞങ്ങൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ന്യൂ ബോണിന് കുഞ്ഞാവ ഉണ്ടായതിന് ശേഷം ഇവിടുത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യും. ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റ് പ്ലസ് ഇന്ത്യൻ പാസ്പോർട്ടിനാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബ്ലിനിൽ പോകുന്നത്. ഇൻ പേഴ്സണാണ് അവിടുത്തെ ഡോക്യുമെൻറ്റ് സബ്മിഷൻ. ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള സബ്മിഷൻ നമുക്ക് ബൈ പോസ്റ്റ് നടത്താം. പക്ഷേ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധമൊക്കെ പറ്റിയായിരുന്നു. അത് ഞാൻ വഴിയേ പറയാം. ഫോക്കസ് ആവുന്നല്ലോടെ. കാര്യം പറ, നല്ല കാര്യം പറയുന്നത്. പറ, അങ്ങനല്ല, മറ്റേ കാര്യം പറ, കാര്യം പറയടാ. ഇവിടെ നല്ല വെയിൽ, നല്ല രസം. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. നമ്മുടെ പെട്രോൾ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് ടോയ്ലറ്റിലൊക്കെ പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും കാർ കയറി. അവിടെ നിന്നുള്ള വ്യൂ ആട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തോ ഒരു സാധനം, എൻ്റെ പേര് ചെറി ബ്ലോസം. സോറി, എല്ലാവർക്കും അറിയാമായിരിക്കും, എനിക്ക് മാത്രമുള്ളായിരിക്കും അറിയാത്തതിൻ്റെ പേര്. ചെറി ബ്ലോസം. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഇത് കണ്ട് എന്ത് ഭംഗിയാണെന്നറിയാമോ, നല്ല രസമാണ്. നമ്മൾ ഈ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഫെസിലിറ്റീസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ചിലവരെന്നെ കളിയാക്കുമായിരിക്കും. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെളിയിറങ്ങുമ്പോൾ ഞങ്ങളുടെ ഏരിയ, എൻ്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. വെളിയിൽ നമുക്കിഷ്ടമുള്ള വെതറാണ്, നമ്മൾ വളർന്നു വന്ന വെതറാണ്. ഇവിടത്തെയൊക്കെ ഭയങ്കര ഡിഫറൻ്റാണ്. ഈ വെയിൽ കാണുന്നതേ ഉള്ളൂ. കാറ് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. കുഞ്ഞാവേനെ ഒന്ന് ഡയപ്പർ മാറ്റാൻ പോലും ആ ഡോറൊന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, അരിച്ച് കയറുന്നത്. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. എന്നാൽ പിന്നെ ചോദിക്കും, പിന്നെന്തിനാ കഷ്ടപ്പെട്ട് അവിടെ വന്ന് ഇവിടെ ജീവിക്കുന്നതെന്ന് ചോദിക്കും, തണുപ്പുള്ള രാജ്യം. പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ നല്ല ഇതായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടും ഹസ്ബൻഡായിട്ടൊക്കെ താമസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഞാനും അതിൽ പെടുന്ന ഒരാളാണ്. എല്ലാവർക്കും ഇഷ്ടം സ്വന്തം നാട്ടിൽ ജീവിക്കാനല്ലേ. എനിക്കും ഇഷ്ടം സ്വന്തം നാട്ടിൽ ജീവിക്കാനാണ്. പക്ഷേ ഞാൻ സൗദിയിൽ ജോലി ചെയ്ത സമയത്ത് എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ പോകാനായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ OET പഠിച്ചു തുടങ്ങി. അങ്ങനെ ഗ്രാജ്വലി OET ഞാൻ ക്രാക്ക് ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ടുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഞാനെന്നല്ല, എല്ലാവരും ഭയങ്കരമായിട്ട്
എക്സൈറ്റിംഗ് ആയിരിക്കും നമ്മളിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര കഷ്ടപ്പെട്ട് നമ്മളിങ്ങോട്ട് വരുന്ന സമയം ഒരു വർഷം 2 വർഷമൊക്കെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമുക്ക് OET തന്നെ ക്രാക്ക് ചെയ്തത്. അതിനുശേഷം വീണ്ടും 1 ഇയർ കൂടെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്കിവിടെ കയറി വരാൻ പറ്റത്തുള്ളൂ. അയർലൻഡിൽ പ്രത്യേകിച്ച്. UK എനിക്ക് തോന്നുന്നു വിത്തിൻ 3 to 6 മന്തിൽ പറ്റുമായിരിക്കും. പക്ഷേ അയർലൻഡിൽ അങ്ങനെയല്ല. 9 to 1 ഇയറാണ് അവർ പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഞാനും കയറി വന്നത്. അപ്പം ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ട് നമ്മൾ കയറി വന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ഇത് നമ്മളുടെ അധ്വാനമാണ്. നമുക്ക് വേണ്ടിയാണ് നമ്മൾ വന്നത്. നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കി കിട്ടിയ ഭാഗ്യത്തിനൊക്കെ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ജീവിക്കുക, അത്രേ ഉള്ളൂ. കാരണം ഒരുപാട് പേര് OET ക്രാക്ക് ചെയ്തിട്ടും വരാൻ പറ്റാതെ വിസ പ്രോസസ്സിൻ്റെ പ്രശ്നമായിട്ടും അതുപോലെ ചിലപ്പോൾ ഇൻ്റർവ്യൂ കിട്ടിയിട്ടില്ല. ഇൻ്റർവ്യൂ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവരുടെ DLൻ്റെ ടൈം കഴിയുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് വരാൻ പറ്റാതെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ലക്കിയല്ലേ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോട് പരാതിപ്പെടാതെ സന്തോഷമായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് ഓടിക്കൊണ്ടുപോകാം. പക്ഷേ ഇവിടെ അതിനുള്ള സിറ്റുവേഷൻസ് വളരെ കുറവാണ്. നമുക്ക് GP അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം. പക്ഷേ അവർ ആൻറ്റിബയോട്ടിക് ആദ്യമൊന്നും കൊടുക്കത്തില്ല. അത് പക്ഷേ നല്ല കാര്യമാണ്. പാരസെറ്റമോൾ കൊടുക്കും. പിന്നെ കുറച്ച് സിമ്പിൾ റെമഡീസൊക്കെ പറയും. അതിന് ശേഷം മാത്രം ആവശ്യമുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കത്തുള്ളൂ. അതങ്ങനെ. പിന്നെ കുറച്ചും കൂടെ എന്താ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യും. എന്നിട്ട് അവിടെ ഭയങ്കര താമസമാണ്. കുഞ്ഞായാലും വലുതായാലും ഒരു താമസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ വെതറിൻ്റെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ മഫ്ലറോ അങ്ങനെ അതിൻ്റെ ക്യാപ്പോ ഒക്കെ വെച്ചിട്ട് കുഞ്ഞു പിള്ളേരായാലും വലിയ പിള്ളേരായാലും ഈവൻ നമുക്ക് തന്നെയാണെങ്കിൽ നമ്മൾ ഒരുപാട് സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് മെഡിക്കൽ മെഡിക്കൽ അപ്പോയിൻമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര താമസമാണ്. അങ്ങനെ സംസാരിച്ച് നമ്മൾ ഡബ്ലിനെത്തിയത് അറിഞ്ഞില്ല. ചുമ്മാതായിട്ട് പറഞ്ഞായിരുന്നു. സംസാരിച്ച് ഞങ്ങൾ നമ്മൾ ഡബ്ലിനെത്തി. ഡബ്ലിൻ നമ്മുടെ കാസൽബാർ പോലെയല്ല, വേറെ സിറ്റിയാണ്. ഓഫ് കോഴ്സ് അതൊരു വേറെ സിറ്റിയാണ്. ഭയങ്കര തിരക്കുള്ളതാണ് കേട്ടോ. ഭയങ്കര തിരക്കുള്ള ടൗണാണ്. നമ്മുടെ കാസൽബാർ ഒന്നും ഭയങ്കര തിരക്കൊന്നുമില്ല. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അത് ഭയങ്കര തിരക്കൊന്നുമില്ല കേട്ടോ. ഇതിവിടെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് വന്നത്. ഗൂഗിൾ മാപ്പ് ഞങ്ങളെ വഴി തെറ്റിച്ചു. ഏതോ ഒരു വളവ് തെറ്റി വന്നതിന് ഞങ്ങളെ കറക്കി ഒരു പരുവാക്കി ഗൂഗിൾ മാപ്പ്. അപ്പോൾ അങ്ങനെ ഗൂഗിൾ വെച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തായാലും ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ നമ്മൾ കറങ്ങി വന്നപ്പോൾ ഇത് കണ്ടോ, ഷിപ്പ് യാർഡല്ലോ നമ്മുടെ കാർഗോ ഒക്കെ ബോട്ട് ചട്ടിയല്ല കേട്ടോ, ഷിപ്പ് യാർഡ്. ഓക്കെ, കാർഗോ ഒക്കെ കയറ്റി അയക്കുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അതിൻ്റെ കമ്പനീസും അതിൻ്റെ മറ്റേ പാക്കേജ് ചെയ്യുന്ന സാധനങ്ങളും മിഷനറീസും ഒക്കെയുള്ള ഒരു ഫാക്ടറിയാണെന്ന് തോന്നുന്നത്. അതൊക്കെ ആ ബീച്ചാത് സീ അത്. അപ്പോൾ സീയുടെ ഭാഗത്തായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽക്കുള്ള കുറേ ആൾക്കാരൊക്കെ ഓടുന്നൊക്കെയുണ്ട്, എക്സസൈസിങ് പിന്നെ സൈക്ലിങ്. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നു ഒരു അബദ്ധം പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഓൺലൈനായിരുന്നു ടിക്കറ്റല്ല നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുത്തത്. പക്ഷേ ഓൺലൈൻ അവർ ഓൾറെഡി ക്ലോസ് ചെയ്തായിരുന്നു. നമുക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന കിട്ടിയ ലിങ്ക് വഴിയാണ് ഞാനത് ഓപ്പൺ ചെയ്തത്. അത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റി, പ്രശ്നമൊന്നുമില്ലാതെ തന്നെ സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റി. അങ്ങനെ കിട്ടിയ ടൈമിൽ നമുക്ക് ഇമെയിൽ വന്നു, കൺഫർമേഷൻ ഇമെയിൽ വന്നു. അങ്ങനെയാണ് നമ്മൾ പോയത്. അതുവരെ എല്ലാം ശരിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ ഇവിടെ ഞാൻ പറഞ്ഞില്ല 8 മണിക്ക് ഇറങ്ങിയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 12:30 ആയപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ കണ്ടു പറഞ്ഞു സബ്മിഷന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു പോയിട്ട് 2 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ 2 മണിയായപ്പോൾ നമ്മൾ ചെന്നു. അങ്ങനെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തപ്പം ഓരോരോ കോപ്പി ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ഈ 2 കോപ്പി വേണമായിരുന്നു. അപ്പോൾ അതെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്ത് ടെസ്കോ ഉണ്ട്, അവിടെ പോയിട്ട് അതൊക്കെ അവിടെയും ഡിലേ ആയി. അങ്ങനെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് കൗണ്ടർ അടച്ചു. കൗണ്ടർ ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്തു. അങ്ങനെ 4:30 ആയപ്പോഴത്തേക്ക് വീണ്ടും അത് റീ ഓപ്പൺ ആയ സമയത്ത് നമ്മൾ സബ്മിഷന് വേണ്ടിയിട്ട് നിൽക്കുക. പക്ഷേ അവർ അപ്പം ഡോക്യുമെൻ്റ് സബ്മിഷൻ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ടൈമാണ്, അവരുടെ പാസ്പോർട്ടൊക്കെ ഇതായവരുടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയമാണ് അപ്പോൾ നടക്കുന്നത്. അത് നമുക്കറിയത്തില്ലായിരുന്നു. ആ ടൈം അതാണെന്ന് അറിയായിരുന്നു. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗുണമില്ലെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. അപ്പം അവരുടെയും തെറ്റ് പറയാൻ പറ്റത്തില്ല, നമ്മളെയും തെറ്റ് പറയാൻ പറ്റത്തില്ല. ആരുടെ തെറ്റെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും കുറച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മളെ ഒന്ന് ദേഷ്യപ്പെട്ടു അവിടെ നിന്ന് ഹസ്ബൻഡ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ
അതേപോലെ പൈസ പേ ചെയ്യാൻ പറ്റത്തില്ല, അതായിരുന്നു പ്രശ്നം. അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങൾ ഡോക്യുമെൻ്റ് വാങ്ങി വെക്കാം, കാരണം ഓൾറെഡി അത് ചെക്ക് ചെയ്തായിരുന്നു. ഒരു സ്റ്റാഫ് ഓൾറെഡി ചെക്ക് ചെയ്തിട്ട് നമ്മൾ കോപ്പി ആഡ് ഓൺ ചെയ്താൽ മതിയായിരുന്നു, 2 കോപ്പീസ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. അതുകൊണ്ട് അവരത് മേടിച്ച് വെച്ചു. എന്നിട്ട് പൈസ ഓൺലൈനിൽ പേ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പേ ചെയ്തു. എന്തായാലും അവർ ഇങ്ങോട്ട് നമ്മളെ ഇങ്ങനെ തിരിച്ചു വന്ന് നമ്മളെ അവർ തിരിച്ച് വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് കുറച്ച് ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ എന്തായാലും ഒരു നല്ല രീതിയിലായിരുന്നു ഇടപെട്ടത് കേട്ടോ. ഞാൻ ഇതായിട്ട് തെറ്റായിട്ടും കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത്. കാരണം ഇപ്പം ഓൺലൈനായിട്ടുള്ള ഇത് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നില്ലെന്ന്, എല്ലാം ഇമെയിൽ ത്രൂ ആണ്. അവരുടെ സൈറ്റിലോട്ട് നമ്മൾ ഇമെയിൽ അയക്കണം, എന്നിട്ട് അവർ ഇമെയിൽ വഴിയാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് തരുന്നത്. അതനുസരിച്ച് മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞായിട്ട് വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നത് തന്നെ, ദേഷ്യപ്പെടുകയോ അല്ലാതെ ഒന്നും ആയിട്ട് കാര്യമില്ല, ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയർന്ന്. അത് വളരെ ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇമെയിൽ വഴി തന്നെ ഇത് അപ്പോയിൻമെൻറ്റ് എടുക്കണം കേട്ടോ. അതിൻ്റെ പ്രൊസീജിയർ വൈസ് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം എന്നല്ല, ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ, തന്നെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരാം, എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ട് ഇടാം. പലരും ഇത് ഏജൻറ്റിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ടണലിലൂടെ കയറി ഇറങ്ങിയായിരുന്നു കേട്ടോ. ഈ ടണലിനകത്തിൽ കൂടെ കയറിയപ്പോഴേ എനിക്ക് ഒരു സിനിമ ഓർമ്മ വന്നു. ഒരു ഇംഗ്ലീഷ് സിനിമ ഉണ്ടല്ലോ, എനിക്കതിൻ്റെ പേര് ഓർമ്മയില്ല. ഒരു ഇംഗ്ലീഷ് സിനിമ ഉണ്ടല്ലോ, നമ്മുടെ കാറിൽ ടണലിനകത്തിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകുമ്പം ടണൽ ഇടിഞ്ഞ് വീണു. എന്നിട്ട് ടണലിനകത്ത് നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ അതിനകത്ത് പെട്ടുപോയിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ അത് സാഹസികമായിട്ട് രക്ഷപ്പെട്ടൊരു കഥ. ചിലപ്പം ഞാൻ മാത്രമായിരിക്കത്തില്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എത്ര പേരുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണം ഇങ്ങനെയുള്ളവർ. ചിലപ്പം ബസ്സിൽ കയറി കഴിഞ്ഞാലും ഞാൻ ചിന്തിക്കാറുണ്ട്, ബസ് തമ്മിൽ കൂട്ടിയിടിക്കുമെന്ന്. ഏത് വണ്ടി കയറിയാലും ഞാൻ അങ്ങനെ ചിന്തിക്കും. മൊത്തത്തിൽ നെഗറ്റിവിറ്റിയാണ്. പക്ഷെ അങ്ങനെ നെഗറ്റീവ് ആകരുത് കേട്ടോ, നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഞാൻ സത്യമാകാറില്ല, ഞാൻ അങ്ങനെ എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ ടെൻഷനാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വരുന്നിടം വരെ എനിക്ക് ടെൻഷനാണ്. അവരെന്തോ പറ്റി കാണും, വിളിച്ചിട്ട് ഫോൺ ചെയ്യില്ലെങ്കിൽ ടെൻഷനാണ്. എല്ലാവരും ഇതിനൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, ഞാൻ മാത്രം ആയിരിക്കത്തില്ല. ഈ ടണലാണെങ്കിൽ പോയിട്ടും തീരുന്നുമില്ല, നീണ്ടൊരു ടണൽ. അങ്ങനെ ഒരുപാട് നീണ്ട ഒരു യാത്രയ്ക്കൊടുവിൽ നമ്മൾ അണയാറായി, വീടെത്താറായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.